എത്ര വർഷമായി ചേട്ടാ? ആ, 20 വർഷം കഴിഞ്ഞു. 20 വർഷമായി നമ്മൾ തുടങ്ങിയിട്ട്. നമ്മൾ അരിപ്പൊടി നല്ലോണം കുഴയ്ക്കുക അല്ലേ? ആ, നല്ല പച്ചരി വാങ്ങുക, പൊടിക്കുക. പച്ചരി പറഞ്ഞാൽ 5000 പച്ചരിയാ വേണോ? ആ, നാലേ പച്ചരി നന്നാവുന്നു. ആ, നല്ല തരം പച്ചരി വാങ്ങുക അല്ലേ? മില്ല് കൊണ്ടുപോയി നന്നായി നൈസായി പൊടിക്കുക. ആ, മില്ലിൽ നിന്ന് വറക്കുക. ഉണക്കത്തിൽ വറുത്ത് തരുമല്ലോ. അതെ അതെ. പിന്നെ നല്ല ഉണക്കിയിട്ട് എന്താ പറയുക, ചുടുവെള്ളത്തിലാണ് കുഴയ്ക്കുക. അത് ശരി. അതെ അതെ. ആ, നമ്മുടെ കേരളത്തിൻ്റെ വളരെ പഴക്കം ചെന്നൊരു എന്താ പറയുക പ്രാതലാണ് അത് അല്ലേ? ചേട്ടൻ നമ്മളെ സ്ഥിരം കസ്റ്റമറാണല്ലോ അല്ലേ? ആ, എൻ്റെ ഒരു കുട്ടിക്കാലത്ത് ആ ഓർമ്മകളാണ് ഇവിടെ വന്നപ്പോൾ എനിക്ക് കിട്ടിയത്. അതെ അതെ അതെ. അച്ഛൻ്റെ കയ്യും പിടിച്ച് അതെ ബാലട്ടൻ്റെ കടയിൽ പോവും. എന്തിനാ? പത്തിരിയും ഈ പാലും പഞ്ചസാരയും. അതെ, അതാണ് നമ്മുടെ ഈ ചെറിയ പ്രായത്തിൽ. അച്ഛനെന്തിനാ പോകുന്നത്? കാര്യമായിട്ട് പത്രങ്ങൾ വായിക്കാം. അക്കാലത്തൊന്നും പത്രങ്ങൾ വീട്ടിൽ വരില്ല. കാരണം അത് വാങ്ങിക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തതുകൊണ്ടാണ്. 1960 കാലഘട്ടമാണ്. ആ, 60 കാലഘട്ടമാണ്. മനസ്സിലായി? അതൊന്നും വീടുകളിൽ പത്രം വരുന്നത് അപൂർവമാണ്. അങ്ങനെ അച്ഛൻ പത്രം വായിച്ചു കഴിയുമ്പോഴേക്കും ഞാൻ എൻ്റെ ചായ കുടി കഴിച്ചിരിക്കും. അല്ല, പറഞ്ഞു വന്നത് അതേ ഒരു അനുഭവമാണ് എനിക്ക് കുഞ്ഞൻ നായരുടെ കടയിൽ വന്നത്. അപ്പോൾ എനിക്ക് സമയമുള്ള സമയത്തെല്ലാം ഞാൻ വരാറുണ്ട്. അപ്പോൾ നമ്മൾ ചായ കുടിക്കുക, സൗഹൃദം പങ്കിടുക, കാര്യങ്ങൾ ചർച്ച ചെയ്യുക, അതൊക്കെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത. കാരണം സ്നേഹം സൗഹാർദ്ദമൊക്കെ ഊട്ടി ഉറപ്പിക്കുന്ന സ്ഥലമാണ്. സ്നേഹം ഊട്ടി ഉറപ്പിക്കുന്നത് മാത്രമല്ല, ഈ പ്രദേശത്ത് എന്തെങ്കിലും സംഭവങ്ങൾ നമുക്ക് അറിയാനുണ്ടെങ്കിൽ അത് ഓരോരുത്തരിൽ നിന്നും നമുക്ക് അത് കിട്ടും. ആ ഓരോ വിഷയം വലിയൊരു കാര്യമാണ്. അതെ അതെ അതെ. പുതിയ വിവരങ്ങൾ കിട്ടുന്നുണ്ട്. ഓരോ ദിവസവും പുതിയ വിവരങ്ങളുണ്ട്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഞാനതിൽ കാണുന്ന ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. പത്തിരിച്ചട്ടി, പത്രം വായനയും ചായ കുടി. ഞാൻ വീട്ടിൽ 2 പത്രം വായിക്കുന്നു. ഇപ്പോൾ കുഞ്ഞേട്ടൻ്റെ കട എന്ന് പറഞ്ഞാൽ വളരെ 10-20 വർഷമായിട്ട് തുടങ്ങിയതാണ്. മാത്രമല്ല 4 മണി 4:30 ആകുമ്പോഴേക്ക് തുറക്കുന്ന കടയാണ്. പല സ്ഥലങ്ങളിൽ നിന്നും ഇത് കഴിക്കാൻ വേണ്ടി ആളുകൾ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാം ഉണ്ട്. വളരെ കൈകൊണ്ട് ഇങ്ങനെ പത്തിരി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റയറാണ്. മിക്കവാറും മില്യൺ സ്പഞ്ചിങ്ങാണ് ഇപ്പോൾ. അപ്പോൾ അതല്ല, കൈകൊണ്ട് തന്നെ പത്തിരി ചുട്ട് നമ്മളെ ചട്ടി കലത്തിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. കാരണം എന്താ പറയുക,